വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് ഇന്നും കൂടി വരുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള കർത്താവിൻ്റെ സന്ദേശമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. അതിലൊടുവിൽ നമ്മൾ ചിന്തിക്കുന്നത് 3-ാം അധ്യായത്തിലെ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ 3 സഭകൾക്കുള്ള ദൂതുകളാണ് ഉള്ളത്. സർദീസ്, ഫിലദൽഫിയ, പിന്നെ ലവോദിക്ക. ഈ 3 സഭകൾക്കുള്ള ദൂതുകളാണ്. ഇതിൽ ഫിലദൽഫിയ സഭയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച ഒരു കാര്യം, സ്മുർണ സഭയെ പോലെ കർത്താവ് യാതൊരു ദോഷാരോപണവും പറയാത്ത അഥവാ കുറ്റപ്പെടുത്താത്ത ഒരു സഭയാണ് ഫിലദൽഫിയ സഭ എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഒരു കുറ്റവും ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല, പിന്നെ കർത്താവിന് പൊറുക്കാവുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. ഒരു സഭയും നമ്മൾ ചിന്തിച്ചതാണ്, ഒരു സഭയും 100% പെർഫെക്റ്റ് അല്ല. കാരണം അവിടെ മനുഷ്യരാണ് കൂടുന്നത്. അതിൻ്റെതായ അപര്യാപ്തതകളും അപക്വതകളും തീർച്ചയായിട്ടും സഭയിൽ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആഗ്രഹം എന്താ? സഭ പൂർണ്ണമായും പെർഫെക്റ്റ് ആയിരിക്കണം, സമ്പൂർണമായും നന്നായി പോകണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാനതൊക്കെ വിശദമായിട്ട് ഈ സഭകളെ കുറിച്ച് പഠിക്കുമ്പോഴല്ലാതെ അത് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത്യാവശ്യം ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. എങ്ങനെയും പോകട്ടെ എന്ന് വിചാരിക്കുക, എങ്ങനെയും പോകട്ടെ എന്ന് വിചാരിക്കുക. ഒരു സഭ പ്രത്യേകിച്ചും പൊതുവിൽ കൂടി വരുമ്പോൾ അത് പാലിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ അവിശ്വാസിയോ ആത്മപരമില്ലാത്തതോ ആയ ഒരാൾ നിങ്ങളുടെ ഇടയിൽ വന്നാൽ, അല്ലേ, പുറത്തുനിന്നുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ ഇടയിൽ വന്നാൽ അഭംഗിയായിട്ടുള്ള യാതൊരു കാര്യങ്ങളും സഭയിലുണ്ടായിരിക്കാൻ പാടില്ല. ഈ 7 സഭകളും നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കാലഘട്ടം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെയുള്ള കാലഘട്ടം പറയുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ 7 സഭകൾക്കും ഈ 7 സഭകളോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇന്നത്തെ സഭകൾക്ക് ബാധകമാണ്. അതിൽ ഒടുവിലത്തെ സഭ ലവോദിക്ക സഭയാണ് നമ്മുടെ ഈ കാലഘട്ടം. അതുകൊണ്ട് ലവോദിക്കയിലെ കാര്യം മാത്രമേ നമ്മൾക്ക് ബാധകമായിരിക്കുന്നുള്ളൂ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ 7 സഭകളോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം ഏത് കാലത്തെയും, അല്ലെ, സർവകാലത്തെയും സഭകളുമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിക്കപ്പെടേണ്ട സത്യങ്ങളാണ്. ഇതിൽ ഫിലദൽഫിയ സഭയെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ആ പട്ടണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പിന്നെ ആ സഭയെക്കുറിച്ച് നമ്മൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ ചിന്തിച്ചത് ഈ സഭയ്ക്ക് അരുളപ്പാട് നൽകുന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങളാണ്. അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോന്നും നമ്മൾ ചിന്തിച്ചതാണ്. പ്രത്യേകിച്ച് 4 വിശേഷണങ്ങൾ കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഒടുവിൽ ചിന്തിച്ച കാര്യം, ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന പ്രശംസ വചനങ്ങളാണ്.
ആ പ്രശംസാ വചനങ്ങളോട് ചേർത്ത് ഒടുവിൽ കർത്താവ് പറയുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് അവരെ കുറിച്ചുള്ള കമന്റേഷൻ, കർത്താവിന്റെ പ്രശംസാ വചനങ്ങളും പിന്നെ അതിനോട് ചേർത്ത് കർത്താവ് നൽകുന്ന 4 വാഗ്ദത്തങ്ങൾ, പ്രോമിസ്, 4 വാഗ്ദത്തങ്ങളും കർത്താവ് നൽകുന്നു. ഇത് നമ്മൾ കാണുന്നത് 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിൽ ഈ സഭയെക്കുറിച്ചുള്ള കമന്റേഷൻ ഒന്ന് വായിച്ചു പോകാം. എന്താ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഇടയ്ക്ക് ഞാൻ വിട്ടത് മനഃപൂർവ്വം കേട്ടോ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ വചനം, കർത്താവിന്റെ വചനത്തോടെ ഇവർ കാണിച്ച ഭക്തിയാണ്, അല്ലെങ്കിൽ ആദരവ്, കർത്താവിന്റെ വചനത്തോട് കാണിച്ച നല്ല പ്രതികരണം, വചനം കാത്തു. നമ്മളത് അന്ന് ചിന്തിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ ഇവർക്ക് ഈ സഭയ്ക്ക് ഡിസൈനിങ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, വിവേചന വരമുണ്ടായിരുന്നു. യഹൂദന്മാരല്ലാതിരിക്കെ അവര് യഹൂദന്മാരെന്ന് പറയുന്ന കളവായി പറയുന്നവരെ തിരിച്ചറിയാനും അവരുടെ ദുരുപദേശങ്ങൾ മനസ്സിലാക്കാനും ഈ സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരെ കുറിച്ച് പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ സാക്ഷ്യവചനങ്ങൾ, കമന്റേഷൻ. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഇവരൊരുപാട് കർത്താവിന് വേണ്ടി സഹിക്കാൻ തയ്യാറായവരും, കഷ്ടത സഹിക്കാൻ തയ്യാറായ ഒരു സഭയാണ്. അതുകൊണ്ട് കർത്താവ് ഇവർക്ക് നൽകുന്ന 4 വാഗ്ദത്തങ്ങൾ, അതിൽ 3 എണ്ണം ഒരു വലിയ വരെ നമ്മളൊന്ന് വായിച്ചു പോയി, പഠിച്ചു പോയെന്ന് പറയുന്നത് അത്ര ശരിയല്ല, വായിച്ചു പോയി. അതിൽ ഒന്നാമത്തത് എന്താണ് നോക്കണം. ആ 8-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഇച്ചിരി ശബ്ദം കുറയ്ക്കാം, ഇച്ചിരി കൂടുതലാണ് ഹൗളിംഗ് പോലെ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, ആർക്കും അത് അടച്ചുകൂടാ. അതാണ് കർത്താവ് നൽകുന്ന ഒന്നാമത്തെ വാഗ്ദത്തം. എന്താ? നിന്റെ മുമ്പിൽ ഒരു വാതില്, എന്തിനു വേണ്ടി? വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ അവസരങ്ങളാണ്. വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ നൽകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വാഗ്ദത്തം നമ്മൾ കാണുന്നത് യഹൂദന്റെ അല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്തു എന്നാ അവിടെ നമ്മൾ വായിക്കുന്നത്. 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം എന്താ? അവർ വന്ന് നിന്റെ കാൽക്ക് നമസ്കരിക്കും. ഈ സഭയെ കുറ്റം പറഞ്ഞവരും, നിങ്ങൾ ദൈവമക്കളല്ല എന്ന് പറഞ്ഞവരും, നിങ്ങൾ സാക്ഷാൽ വിശ്വാസികളല്ല, ദൈവവചന പ്രകാരം പോകുന്നവരല്ല എന്ന് പറഞ്ഞ് ഇവരെ അധിക്ഷേപിച്ചവരും കുറ്റം പറഞ്ഞവരും എന്ത് ചെയ്തു? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് ഇവരോട് കാൽക്കൽ വീണു എന്ന് പറഞ്ഞ എന്താ? ക്ഷമ ചോദിച്ചു. ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്, നിങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ തെറ്റേറ്റ് പറഞ്ഞിട്ട് ഈ സഭയിൽ അവരെ ചരിത്രം പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവര് വിശ്വാസികൾ ആയിത്തീർന്നു എന്നുള്ളതാണ്. വിശ്വാസത്തിലേക്ക് അവർ വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ വാഗ്ദത്തം, 3-4 വാഗ്ദത്തങ്ങൾ ചേർന്ന് കിടക്കുന്നതാണ്. അതാണ് ഞാൻ ഒടുവിൽ പറയാൻ വന്നിട്ട് ഇപ്പൊ പറയാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ കർത്താവ് നൽകുന്ന വാഗ്ദത്തം നോക്കണം. 10-ാം വാക്യത്തിലാണ്. 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിൽ ചേർന്ന് കിടക്കുന്ന 2 വാഗ്ദത്തങ്ങൾ. എല്ലാവരും ഇനി എത്തിയോ? ക്ഷീണമൊക്കെ ഉണ്ടോ? ഉണർന്നിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കുന്നത്.
ഉറക്കമൊന്നും വരുന്നില്ലല്ലേ അല്ലേ? ആ ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരാമർശിക്കപ്പെടാതെ ഇരുന്ന കാര്യം, 2 വാഗ്ദത്തങ്ങൾ ചേർന്ന് കിടക്കുകയാണ്. അതിൽ ആദ്യത്തെ വാഗ്ദത്തം 11-ാം വാക്യത്തിലാണ്. 11-ാം വാക്യത്തിൽ അതിന് ക്രമം അനുസരിച്ച് ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വേഗം വരുന്നു. ഇത് സഭയ്ക്ക് കർത്താവ് നൽകുന്ന, ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമല്ല, പിന്നെ എല്ലാ സഭയ്ക്കും കർത്താവ് നൽകുന്ന വാഗ്ദത്തമാണ് എന്ത്? ഞാൻ വേഗം വരുന്നു എന്ന്. ബാക്കി 6 സഭകളോട് ഇത് പറയുന്നുണ്ട്, ഞാൻ വരും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വരും, നിനക്ക് ഞാൻ തരാനുള്ള പ്രതിഫലമൊക്കെ മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വരുമെന്ന് പറയുന്നു. എന്നാൽ ഫിലദൽഫിയ സഭയോട് ഞാൻ വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഒരു പ്രധാന വാക്ക് വിടാതെ അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ 11-ാം വാക്യം ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഞാൻ വരുന്നു എന്ന് മാത്രമല്ല, പിന്നെ ഞാൻ വേഗം വരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് സഭയ്ക്കുള്ള ഏറ്റവും വലിയ ആശ്വാസമാണ്. കർത്താവ് വേഗം വരും. കർത്താവ് വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്, കർത്താവ് വരും. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ ആശ്വാസം എന്താ? കർത്താവ് വേഗം വരുന്നു എന്ന്. ഞാൻ വേഗം വരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ വ്യാപ്തിയൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ വിടുകയാണ്. ഇക്കാലഘട്ടത്തിൽ എത്ര പേർക്ക് ഈ വേഗം വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ ആശ്വാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറയുകയാണെങ്കിൽ അതൊരു ആശ്വാസമായി കാണുന്ന എത്ര ദൈവമക്കളുണ്ട്? അതോ ഇപ്പോൾ വരരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണോ ഏറെ? ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് കാര്യം കൂടെ ക്രമീകരിക്കപ്പെടാനുണ്ട്. അതൊന്ന് ക്രമീകരിച്ചോട്ടെ. അതും കൂടെ കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി എന്നുള്ളതാണോ നമ്മുടെ ചിന്ത? പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായി പറയട്ടെ, ഒരു യഥാർത്ഥ ദൈവം കർത്താവിനെ ആശ്രയിച്ച് വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? കർത്താവ് വേഗം വരണം. വേഗം കർത്താവ് വരണം എന്നുള്ളത് തന്നെയാണ്. ഈ ഭൂമിയിലെ ഭൗതിക കാര്യങ്ങളിലും മക്കളിലും ധനത്തിലുമൊക്കെ ആശ്രയം വെച്ച് പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഉടനെ വരണമെന്നുള്ള താല്പര്യം ഉണ്ടാകാൻ ഇടയില്ല. ഇതാണ് വിശ്വാസികൾ കാലക്രമേണ മെറ്റീരിയലിസ്റ്റിക്കായി മാറിയെന്നത്. എന്താ? ഭൗതികരായി മാറി. നമ്മുടെ ആത്മീയത്വത്തിന് കുറവ് സംഭവിക്കുമ്പോഴാണ് ജീവിത കാര്യങ്ങളിൽ നമ്മൾക്ക് താല്പര്യമില്ലാതെ വരുന്നത്. ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നില്ല. ഈ വെളിപാട് പുസ്തകത്തിലെ ഒടുവിലത്തെ പ്രാർത്ഥന പറയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതായിരിക്കണം ദൈവങ്ങളുടെ പ്രാർത്ഥന. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. 2 അക്ഷരം യോഹന്നാൻ വിട്ടാണ് പറഞ്ഞത്, നമ്മളത് ചേർത്ത് തന്നെ പറയണം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ചെറിയാൻ സാറിന്റെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലിടയ്ക്ക് പാടുന്ന ഒരു പാട്ടാണ്. ഞാനും എൻ്റെ ഭാര്യയും തന്നെ ഉള്ളെങ്കിൽ പാടാൻ ബുദ്ധിമുട്ടുള്ളതും ഞങ്ങൾ അത്ര കണ്ട് താല്പര്യപ്പെടാത്ത ഒരു പാട്ടാണ് ചെറിയാൻ സാറിന്റെ വേഗം വരുന്നില്ല. ഞാൻ അത് വേഗം, അത് മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല പാടും. ഈ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ആ പാട്ടുണ്ടല്ലോ, വീട്ടിൽ ചെന്ന് ഈ പാട്ട് വായിക്കണേ. വായിച്ചിട്ട് ഈ പാട്ടിലെ ഓരോ സ്റ്റാൻസയുടെയും വേദവാക്യം എവിടെയാണെന്ന് ആ സ്റ്റാൻസ അവസാനിക്കുന്നിടത്തോട്ട് എഴുതി വെക്കണം. ഇത് ഏത് വചനമാണ് സാറ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എൻ്റെ തൊട്ട് വലത്തോട്ട് ആ വാക്യം കൂടെ റെഫറൻസ് കൂടെ എഴുതി വെച്ച് വഴിയാണ്. അതാണ് ആ പാട്ടുകളുടെ ഒക്കെ മഹത്വം. നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് നൽകിയ വാഗ്ദത്തമാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളത്.
ഈ സഭയെ സംബന്ധിച്ചിടത്തോളം, ഫിലദൽഫിയ സഭയെ സംബന്ധിച്ചിടത്തോളം, ആ കർത്താവിന്റെ ആ വാക്ക് കേട്ടപ്പോൾ അവർക്ക് ഹൃദയത്തിന് തണുപ്പും കുളിർമയുമാണ് ഉണ്ടായത്. കർത്താവ് വേഗം വരണം. രണ്ടാമത്തെ, അതാണ് നമ്മൾ സമയമെടുത്ത് ചിന്തിക്കേണ്ട വാഗ്ദത്തം. രണ്ടാമത്തെ വാഗ്ദത്തം 10-ാം വാക്യത്തിലാണ്. സഹിഷ്ണുതയെക്കുറിച്ച് എന്റെ വചനം നീ കാത്തത് കൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്, എല്ലാവരും ഒന്ന് നോക്കിയാണ്, പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാണും. ഇതാണ് 4-ാമത്തെ വാക്യം. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലഘട്ടത്തിൽ ഞാൻ നിന്നെ കാണും. ഇത് സുദീർഘമായ ഒരു പഠനമാണ്. നമ്മൾ ഇതുവരെ കേട്ടതുപോലെയും ശ്രദ്ധിച്ചതുപോലെയും ഇരുന്നാൽ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വാഗ്ദത്തമാണ് ഇത്. കർത്താവിന്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ട് ഞാൻ വേഗം വരും. വേഗം വന്നാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാം. ഞാൻ വേഗം വരും. വേഗം വന്നാൽ ഞാൻ എന്താ ചെയ്യും? ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ ജീവൻ സഭയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇപ്പം നമ്മൾ നേരിടുന്ന പരീക്ഷയാണോ? ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ നമുക്കെന്തുണ്ട്? പരിശോധനയുണ്ട്, പരീക്ഷയുണ്ട്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പരീക്ഷകളിൽ നിന്ന് നമ്മളെ കാക്കുന്ന കാര്യമാണോ ഈ പറഞ്ഞിരിക്കുന്നത്? അവിടെയാണ് പ്രശ്നം. കർത്താവ് വരും, തന്റെ ജനത്തെ പരീക്ഷയിലേക്ക് വിടാതെ അവരെ കർത്താവ് കാക്കും. അതാണ് ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് നൽകുന്ന ഈ വാഗ്ദത്തം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കും. കർത്താവിന്റെ വരവെന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ അതുകൊണ്ട് നമ്മൾ പൊതുവെ ചിന്തിച്ചിരിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. എന്താ എല്ലാം കൂടെ വന്നു, കർത്താവ് ഇങ്ങോട്ട് വന്നു, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീർക്കുകയല്ല. കർത്താവിന്റെ വരവിന്റെ ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിൽ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ വായിച്ച ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ 3:11 പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേഗം വരും എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വരവാണെന്നറിയാമോ? സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. അതിന് പൊതുവെ നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേര്, വേദശാസ്ത്രപരമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു പേര് മേഘപ്രത്യക്ഷത എന്നാണ്. മേഘപ്രത്യക്ഷത. ഇതിന് വേദശാസ്ത്രികൾ ഉപയോഗിച്ചിരിക്കുന്ന, കേൾക്കണേ, ഇതൊക്കെ കേട്ടിരുന്നിട്ട് പെട്ടെന്ന് പിന്നീട് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറിച്ചെടുക്കുന്നത് നന്നായി. ഇതിനെ ഉൽപ്രാവണം എന്നാണ് വേദശാസ്ത്രപരമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്. എന്താ? ഉൽപ്രാവണം. ഉൽപ്രാവണം എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഇംഗ്ലീഷിൽ അങ്ങോട്ട് വാക്കില്ല വാസ്തവത്തിൽ, അത് ഗ്രീക്കിൽ നിന്നൊക്കെ കടമെടുത്തിരിക്കുന്ന
ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് റാപ്ചർ എന്നാണ്. റാപ്ചർ എന്ന പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റാപ്ചറിനെ കുറിച്ച് അഥവാ ഉൽപ്രാവണം അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത, 3 വാക്ക് ഞാൻ പറഞ്ഞു. റാപ്ചർ, ഉൽപ്രാവണം. ലളിതമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി നിർത്തിയാണ് ഞാൻ പറയുന്നത്. ഉൽപ്രാവണം അഥവാ റാപ്ചർ അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത. ഈ പ്രത്യക്ഷതയെ കുറിച്ച് അഥവാ റാപ്ചറിനെ കുറിച്ച് പറയുന്ന 3 വേദഭാഗങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. മേഘപ്രത്യക്ഷതയെ കുറിച്ച് എഴുതുന്നവർ പ്രായത്തിൽ ഉൽപ്രാവണം കൂടെ എഴുതി. ഉൽപ്രാവണത്തെ കുറിച്ച് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അഥവാ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലും സൂചനയുണ്ട്, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 3 വേദഭാഗങ്ങൾ. ഒന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും അറിയാമേ? അറിയത്തില്ലേ? മനപ്പാടാ? എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു വേദഭാഗം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ പോവുകയാണ് പിതാവിന്റെ അടുക്കലേക്ക്. ഞാൻ പോയാൽ തിരിച്ചു വരും, പിന്നെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഇതാണ് ആ 3 വാക്യങ്ങൾ. ഇത് ഉൽപ്രാവണമാണ്. രണ്ടാമത്തത്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 51 മുതൽ 54 വരെ നമ്മൾ എഴുതിക്കും. 51 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ ഉൽപ്രാവണം സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന 2-ാമത്തെ വേദഭാഗം ഇതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, 1 കൊരിന്ത്യർ 15-ന്റെ 51 മുതൽ 54 വരെ. സഹോദരന്മാരെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഇതൊക്കെ കേൾക്കുന്നുണ്ട് സന്തോഷം വരുമല്ലേ? പിന്നെ മരണ വീട്ടിലാണോ എന്നുള്ളൊരു തോന്നലും ചിലപ്പോൾ വരും. എന്താ? മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. കാഹളം ധ്വനിക്കും, പെട്ടെന്ന് അഗ്നിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. ദ്രവത്വമായത് അദ്രവത്വത്തെ ധരിക്കും, മർത്യമായത് അമർത്യത്വത്തെ ധരിക്കും. ആ ഭാഗം അവസാനം വരെ ഉണ്ട്, എന്നാൽ 54 വരെയുള്ള വാക്യം. ഉൽപ്രാവണം സംബന്ധിച്ച് തിരുവഴുത്തിൽ കാണുന്ന 2-ാമത്തെ വേദഭാഗം ഇതാണ്. 3-ാമത്തെ വേദഭാഗം ഇന്നെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണേ. ഉൽപ്രാവണം സംബന്ധിച്ചുള്ള 3-ാമത്തെ വേദഭാഗം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. ഇതെന്താ ഇതുവരെ പറയാനെന്ന് വേദവസ്ഥ അറിയാവുന്ന പലരും ചിന്തിച്ചു കണ്ടല്ലേ? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യം. നമ്മുടെ ഈ മരണവീടുകളിൽ പ്രത്യാശയെ, ഈ മരിച്ചവരെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നവർക്ക് പ്രത്യാശ ഉളവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. സഹോദരിമാരും ശ്രദ്ധിക്കണേ. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗമാണ്. വളരെ കർത്താവിന്റെ വരവ് സംബന്ധിച്ച് ഈ കൊരിന്തി ലേഖനത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ വരുമെന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ്. അത് മേഘപ്രത്യക്ഷത. അത് യോഹന്നാൻ 14 നമ്മുടെ. എന്നാൽ പൗലോസ് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് കേൾക്കണേ, പൗലോസ് പറയുന്നത് കർത്താവ് പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ്, കർത്താവ് പറഞ്ഞതിന്റെ വിശദീകരണമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണേ, ശ്രദ്ധിക്കണേ എന്ന് പറയുന്ന ഒരു ആവർത്തന വിരസത പോലെ തോന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, അത് കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി. സങ്കീർത്തനത്തിലെ സേന പോലെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്ന കാര്യം. യോഹന്നാൻ 14 വായിച്ചാൽ എത്രയേ ഉള്ളൂ, ആ 3 വാക്യം വായിച്ചാൽ എത്രയേ ഉള്ളൂ. ഞാൻ വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊണ്ടു, ഇത്രയേ ഉള്ളൂ. പക്ഷേ
കൊരിന്ത് ലേഖനവും തെസ്സലോനിക്ക ലേഖനവും വായിച്ചാൽ ആ വരവിൽ എന്തെല്ലാം നടക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇനി ആ വരവ് എങ്ങനെയായിരിക്കും, ആ വരവ് ആർക്കു വേണ്ടിയായിരിക്കും, ആ വരവിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്നത് കാഹളം ധ്വനിക്കുമെന്ന്. എല്ലാവർക്കും ക്ഷീണമൊക്കെയാണോ? കാഹളം ധ്വനിക്കുമെന്നാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുമ്പോ കാഹളം ധ്വനിക്കുമെന്ന് മാത്രമല്ല, എത്ര കാഹളം ഉണ്ടെന്നും ഏതൊക്കെ കാഹളമാണെന്നും പറയുന്നു. അല്ലേ? എത്ര കാഹളമുണ്ട്? കാഹളം ധ്വനിക്കുമെന്ന് ഓരോരുത്തർ പറയുന്നു. പക്ഷേ എത്ര കാഹളമുണ്ട്? 3 കാഹളമുണ്ട് ഈ വരവിൽ. 16-ാം വാക്യം 1 തെസ്സലോനിക്കർ 4:14. കർത്താവിന്റെ ഗംഭീരനാദം. 2 പ്രധാന ദൂതന്റെ ശബ്ദം. 3 ദൈവത്തിന്റെ കാഹളം. ഞാനിവിടെ ഇരിക്കുന്നവരോട് ചോദ്യമൊന്നും ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ചോദ്യം ചോദിക്കണം. ഇല്ലേ സാറേ? ജോൺസൺ സാറേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? ചോദ്യം ചോദിക്കണം. പക്ഷെ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എന്തിനായി 3 കാഹളം? ഇനി ആദ്യം ആരുടെയൊക്കെ കാഹളങ്ങളാണ്? ഈ 3 കാഹളങ്ങൾ ആരുടെയൊക്കെയാണ്? 1 കർത്താവിന്റെ ഗംഭീരനാദം, അഥവാ കർത്താവിന്റെ സ്വന്തം കാഹളമാണ്. കർത്താവ് മുടക്കുന്ന ശബ്ദമാണ് കർത്താവിന്റെ ഗംഭീരം. 2 ആരുടെ കാഹളം? പ്രധാന ദൂതൻ. ആരാ പ്രധാന ദൂതൻ? മിഖായേൽ. അപ്പൊ ഈ പുള്ളിക്ക് ഒരു റോളുണ്ടല്ലേ? ആർക്ക്? മിഖായേൽ. അപ്പൊ കർത്താവിന്റെ ശബ്ദമുണ്ട്, പിന്നെ മിഖായേലിന്റെ ശബ്ദമുണ്ട്, പിന്നെ 3-മത്തത് ദൈവത്തിന്റെ കാഹളം. എന്തിനാ ഇതൊരു രസം അല്ലേ? ഈ പ്രകടനമൊക്കെ പോകുന്നുണ്ട്, മുമ്പിൽ പടക്കവും പിന്നെ വലിയ പടക്കവും പിന്നെ ബാൻഡ് മേളവും ഇതൊക്കെ പോലെ കർത്താവ് വരുമ്പോ ഇതൊരാഘോഷം അല്ലേ? ആണോ? എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടുള്ളവര് സഹിക്കുക, കേൾക്കാത്തവര് മനസ്സിലാക്കുക. ഈ 3 ശബ്ദവും 3 വേറിട്ട ശബ്ദമാണ്. ഈ 3 ശബ്ദത്തിനും 3 ഉദ്ദേശങ്ങളാണ്. കർത്താവിന്റെ ചെറിയ ശബ്ദമല്ല, പിന്നെ ഗംഭീരനാദം. ലോകം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നമ്മുടെ കർത്താവിന്റെ, യേശു കർത്താവിന്റെ ഗംഭീര നാദം, കർത്താവിന്റെ ശബ്ദം മുഴങ്ങും. എന്തിനെ കർത്താവിന്റെ ശബ്ദം? ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചല്ലേ, പക്ഷെ പേര് പറഞ്ഞ് ചോദിക്കുന്നില്ല. എന്തിനെ ഗംഭീരനാദം? ഞാൻ പെട്ടെന്ന് പറയട്ടെ. എവിടെയൊക്കെ കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം മരിച്ചവരുടെ പുനരുദ്ധാനം നടന്നിട്ടുണ്ട്. അപ്പോൾ ഗംഭീരനാദം എന്തിനു വേണ്ടിയാ? സ്തോത്രം. മരിച്ചവരുടെ, അതാ പ്രശ്നം. അതല്ലേ ഞാൻ പറഞ്ഞത്, സഭയ്ക്ക് വേണ്ടിയോ? അപ്പോ ഗംഭീരനാദം മരിച്ചവരുടെ പുനരുദ്ധാനത്തിന്. അയ്യേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കർത്താവിന്റെ ഗംഭീരനാദത്തെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ ക്ലാസ് എടുക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം മുമ്പിലിരിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്. അശ്രദ്ധ ആർക്കെങ്കിലും ഉണ്ടായാൽ അതൊരു
ക്ലാസ് എടുക്കുന്ന ഒരാളിനെ അത് ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ഉത്സാഹത്തിൽ ഒക്കെ ഇരിക്കണം. ഈ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് പകല് ശനിയാഴ്ച ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങണം. ആ ഉറങ്ങിയിട്ടൊക്കെ ഒന്ന് റെഡിയായിട്ടൊക്കെ വേണം വരാനായി, കേട്ടോ. ക്ഷീണമൊക്കെ മാറ്റി വേണം വരാൻ. കണ്ടോ, ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതുന്നത് കർത്താവിന്റെ വാക്കുകളാണ്. കർത്താവ് പറഞ്ഞ വാക്കുകൾ എന്താ? കല്ലറകളിലുള്ളവരെല്ലാവരും ആരുടെ? 2 വാക്കുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമെന്ന് പറയുന്നുണ്ട്, മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, എന്ത് ചെയ്യും? 2 പുനരുദ്ധാനമുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഉണ്ട്. 2ആയിട്ടാ പുനരുദ്ധാനം നടക്കുന്നത്. എന്താ? നന്മ ചെയ്തവർ ജീവനായി. ആ റഫറൻസ് ഏതാ? പിന്നെ 29. നന്മ ചെയ്തവരുടെ പുനരുദ്ധാനം. 2, തിന്മ ചെയ്തവരുടെ പുനരുദ്ധാനം. 1 ജീവനായുള്ള പുനരുദ്ധാനം, 2 ന്യായവിധിക്ക് വേണ്ടിയുള്ള പുനരുദ്ധാനം. ജീവന് വേണ്ടിയുള്ള പുനരുദ്ധാനം ആദ്യത്തെ പുനരുദ്ധാനമാണ്. ഇതാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കണ്ടത്. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ ഈ ഗംഭീര നാദം മുഴങ്ങുന്ന എന്തിനാ? കല്ലറയിൽ കിടക്കുന്നവരെ വിളിച്ചുണർത്തുക. 90-ാം സങ്കീർത്തനം 3-ാം വാക്യം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നുള്ളത്. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തില് എന്താ? ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഈ ഭൂമിക്കകത്ത് അടക്കി വെച്ചിരിക്കുന്ന മൃതശരീരങ്ങൾ, പ്രേതങ്ങളെ ഈ ഭൂമി പ്രസവിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിലാണ് ഏത്? സ്തോത്രം. കർത്താവിന്റെ ഗംഭീരനാദം. ഞാൻ വേഗത്തിൽ 3 ഇൻസിഡൻസ് പറഞ്ഞു പോകാം. 1, കർത്താവ് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാനായിട്ട് ആ വീട്ടിൽ ചെന്നപ്പോ അകത്ത് കയറിയിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? ഖലീഥ ഭൂമി എന്ന് ഉറക്കെ വിളിക്കുക. ആ ഗംഭീരനാദം കേട്ടതും ആ കുഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. 2, നൈൽ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ സംസ്കരിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴും കർത്താവ് എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി എന്നാ കൈക്ക് പിടിച്ച് അങ്ങ് എഴുന്നേപ്പിച്ചാൽ മതി അല്ലേ? പക്ഷെ ഒരു വാക്ക് പറയും. എന്താ? ബാല്യക്കാരാ എഴുന്നേൽക്ക. കർത്താവിന്റെ ശബ്ദം പോലെ എന്ത് സംഭവിച്ചു? അവന് ഉയർത്തെഴുന്നേറ്റ് വന്നു. 3-ാമത്തെ ഇൻസിഡന്റ് ഇത്രയും പറഞ്ഞപ്പോ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? ഏതാ? ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് ലാസറേ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഗംഭീരനാഥ്. ലാസർ പുറത്തു. ഒരു വേദപണ്ഡിതൻ എഴുതിയിരിക്കുന്നത് ഇത്ര കണ്ട് ശരിയാണോ അല്ലയോ നിങ്ങൾ ചിന്തിച്ചോളുക. നിങ്ങളുടെ ചിന്തയ്ക്കും വിവേചനത്തിനും അത് വിടുക. ലാസറിന്റെ പേര് വിളിച്ചില്ലായിരുന്നെങ്കിൽ അടക്കപ്പെട്ട മുഴുവൻ ആളുകളും നേറ്റാനാവുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പേര് വിളിച്ചിട്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം. ഈ ഗംഭീരനാദമാണ് വേഗം വരുന്ന കർത്താവ് സഭയ്ക്ക് വേണ്ടി മുഴക്കുന്നത്. അപ്പോൾ മരിച്ചുപോയ ദൈവസഭാംഗങ്ങൾ മുഴുവനും ഉയർത്തെഴുന്നേറ്റു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഉൽപ്രാവണം എന്ന് വിളിക്കുന്നത്. 2ാമത് മുഴങ്ങുന്ന ശബ്ദമേതാണ്? പ്രധാന ദൂതന്റെ ശബ്ദം. കർത്താവ് വരുമ്പോ ഈ പ്രധാന ദൂതൻ എന്താ റോള്? പ്രധാന ദൂതൻ അവിടെ വരേണ്ട കാര്യമുണ്ടോ?
എന്തിനാണ് ഈ പ്രധാന ദൂതന്റെ കാഹളം, പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാ? നോക്കാം, യൂദായുടെ ലേഖനം 9-ാം വാക്യം ഒന്ന് വായിച്ച. ഇനി യൂദ എവിടാണെന്നുള്ളത് അല്ലേ? എല്ലാവർക്കും അറിയാം. പ്രധാന ദൂതൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ആർക്കേഞ്ചൽ അല്ലേ? പ്രധാന ദൂതനായ മിഖായേൽ കണ്ടോ? ഈ പ്രധാന ദൂതനായ മിഖായേല് എപ്പോഴാ വന്നേ? അടക്കാൻ നേരത്താണോ? അടക്കിയതാരാ? അവിടെ ദൂതനൊന്നുമില്ല. അടക്കിയതാരാ? ഹോവയാണ്. ആവർത്തനം 31 ദൈവമാണ്. ഇതേതാ സംഭവം? ഈ മോശ ഇപ്പൊ എവിടാ? കല്ലറയ്ക്കകത്ത് കിടക്കുകയാണോ? ആണോ? എന്റെ ദൈവം ഒന്ന് ഉറക്കെ പറയുന്നേ. ആണോ? അല്ല. പിന്നെ ഇപ്പൊ എവിടാ? ഇപ്പൊ കർത്താവിന്റെ അടുക്കല. ദേവൻ എന്ത് ചെയ്തു? ഒരിക്കൽ പുള്ളി ഏലിയാവിന്റെ കൂടെ കർത്താവിനോടൊപ്പം എവിടെ പ്രത്യക്ഷനായി? മറുരൂപമായി. അപ്പൊ മോശ ഇപ്പൊ എവിടാ? അടക്കിയെങ്കിലും പുള്ളി എന്ത് ചെയ്യുന്നു നോക്കി? 9-ാം വാക്യം എടുത്തേ. 9-ാം വാക്യം വായിച്ചേ. പ്രധാന ദൂതനായ മിഖായേൽ മോശ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവ് ശരീരത്തോടുകൂടെ ഉയർത്ത്. മോശ ഇപ്പൊ സ്വർഗത്തിൽ പോയിരിക്കുന്ന ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെ? ശരീരത്തോടു കൂടെ. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റു രൂപാന്തരപ്പെട്ട് എങ്ങോട്ട് പോയിരിക്കുക? സ്വർഗത്തിൽ പോയിരിക്കുക. ഈ മോശ ഉയർത്തെഴുന്നേറ്റപ്പോ, അഥവാ കർത്താവ് മോശ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ, മോശയുടെ ശരീരത്തിന് അവകാശവാദം പറയാൻ ആര് വന്നു? പിശാച്. ഇതാരുടെയാ? ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഇതിന്റെ അവകാശി എന്നെ ഒന്ന് സഹായിക്കുന്നു. ഇതിന്റെ അവകാശി ഞാൻ. അതുകൊണ്ട് പുള്ളിയെ വിട്ടുതരുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ആരുടെ ആവശ്യകത അവിടെ വന്നത്? ആ ശരീരം മുകളിലേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുവനായ ദൈവം തന്റെ പ്രധാന ദൂതനെ അയച്ച് മോശയുടെ ശരീരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. എന്തിന്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. എന്ത് പിടികിട്ടി? ഉൽപ്രാവണത്തിൽ കർത്താവിന്റെ ഗംഭീരനാദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികളുടെ ശരീരത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആര് വരും? പിശാച് വരും. മോശയെ കുറിച്ച് അവൻ അവകാശവാദം പറഞ്ഞെങ്കിൽ നമ്മളെ വെച്ചേക്കും. മോശയെ കുറിച്ച് ഒന്നേ പറയാനുണ്ട്. എന്താ പറഞ്ഞത്? അത് യഹൂദന്മാര് അവരുടെ തിരുവെഴുത്തുകൾക്ക് തുല്യമായ പ്രാധാന്യം നൽകുന്ന 2 പാരമ്പര്യ ഗ്രന്ഥങ്ങൾ. ഒന്ന് തന്മൂദ്, 2 മിഡ്രാഷ്. ഈ 2 ഗ്രന്ഥങ്ങൾ വേദപുസ്തകത്തിന് തുല്യമായ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2നും, യഹൂദന്മാര് തന്മൂദിനും മിഡ്രാഷും, ഇത് 2നും ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. തിരുവെഴുത്തിന് കൊടുത്തിരിക്കുന്നത്. അതില് ഈ സംഭവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോശയുടെ അടക്കം
മലയാളത്തിൽ എഴുതിയിരിക്കുന്ന യഹോവ അവനെ, നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന യഹോവ അവനെ അടക്കിയെന്നാണ്. എന്നാൽ ഈ തന്മൂലം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം? യഹോവ അവനെ ഒരു ഗാഢ ചുംബനം കൊണ്ട് അടക്കിയെന്നാണ്. ഒരു ഗാഢ ചുംബനം കൊണ്ടാണ് മോശ മരിച്ചതും അവനെ അടക്കി. അത്രയ്ക്ക് ദൈവം സ്നേഹിച്ചു, തൻ്റെ മാറോട് ചേർത്തണച്ചു പിടിച്ചാണ് മോശയെ മരിക്കാൻ ദൈവം അനുവദിച്ചു. അങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്, ഈ മോശ ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നൂതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? സാത്താൻ വന്ന് ഈ ശരീരത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത് എന്തു പറഞ്ഞാന്നറിയാമോ? എന്താ? പാറയെ രണ്ടാമത് അടിക്കാൻ പറഞ്ഞപ്പോൾ, പാറയോട് രണ്ടാമത് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇവനെ സ്വർഗത്തിലോട്ട് വിടാൻ പറ്റുകയില്ല. എൻ്റെ ദൈവം തമ്പുരാനെ കൽപ്പിക്കാൻ പറഞ്ഞത് ലംഘിച്ചൊന്ന് അടിച്ചു പോയവനെ സ്വർഗത്തിൽ വിടാൻ പിശാച് സമ്മതിക്കുകയല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ചിന്തിച്ചു നോക്കി, എങ്ങനെ പോകാൻ പറ്റും? ഈ സമയത്ത് ആരുടെ പ്രൊട്ടക്ഷൻ വേണം? എന്റെ ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിൽ പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ പ്രൊട്ടക്ഷനോടുകൂടെ ദൈവമക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഏത് ശബ്ദം? പ്രധാന ദൂതന്റെ ശബ്ദം. മൂന്നാമത്തത് എന്താ? ദൈവത്തിന്റെ കാഹളം. അധികം വിശദീകരിക്കാതെ ഞാനൊക്കെ പറഞ്ഞോട്ടെ. ഇസ്രായേൽ ജനം കൂടാരം അടിച്ച് അവരുടെ പാളയത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്ത് കേൾക്കണമായിരുന്നു? സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലുണ്ട് ഈ കാഹളങ്ങളെ കുറിച്ചുള്ള ദൈവിക കൽപ്പനയോട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 2 കാഹളം ഉണ്ടാക്കണമെന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതിലൊരു കാഹളം ഉപയോഗിക്കുന്നത് ആ 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഹോംവർക്ക് വായിക്കണേ. ഹോംവർക്ക് തന്നാൽ എത്ര പേര് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അടിപ്പുപണിയായി തനി തങ്കം കൊണ്ടാണ് ഈ കാഹളം. തനി തങ്കം കൊണ്ട് അടിപ്പുപണിയായിട്ടുണ്ടാകണം. ഈ കാഹളം ഊതണം. എപ്പോഴൊക്കെയാണ് ഈ കാഹളം ഊതേണ്ടത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, സന്തോഷ ദിവസത്തിൽ ഊതണം, പിന്നെ ഉത്സവ ദിവസത്തിൽ ഊതണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇപ്പൊ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. കാഹളം ധ്വനിക്കുമ്പോഴാണ് യാത്ര പുറപ്പെടാനുള്ള കാഹളം ധ്വനിക്കുമ്പോഴാണ് ഇസ്രായേൽ ജനം എന്ത് ചെയ്യേണ്ടത്? അവരുടെ കൂടാരത്തിന്റെ കുറ്റികൾ പറിച്ച് എന്താണല്ലോ അതെല്ലാം പെട്ടെന്ന് ഒരുക്കി. ഒന്നാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ കൂടാരമെല്ലാം ചുരുട്ടി റെഡിയാക്കി വെച്ചോണം. രണ്ടാമത്തെ കാഹളം നീട്ടിയൂറുമ്പോൾ എന്ത് ചെയ്യണം? പുറപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ യാത്രയ്ക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ അവരുടെ ഈ കാലുകൾ 2 കൂട്ടരുണ്ട് ഇവിടെ. ആരൊക്കെയുണ്ട്? കർത്താവിന്റെ ഗംഭീരനാദം കേട്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരും പിന്നെ ജീവനോടെ ഇരിക്കുന്ന ദൈവമക്കൾ അല്ലേ, 2 കൂട്ടരും ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് എന്ത് ചെയ്യുക? കർത്താവിനെ എതിരേൽപ്പാൻ. ഈ മൂന്നാമത്തെ കാഹളം, ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ അവർ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പൊ മനസ്സിലായോ? ഈ 3 കാഹളം എന്തിനാണെന്നുള്ളത് മനസ്സിലായോ? ഇനി ഏത് മരണ വീട്ടിലാണെങ്കിലും സഭ കൊണ്ടാണെങ്കിലും ഈ വാക്യം വായിക്കുമ്പോൾ, ഈ 3 കാഹളത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഈ 3 കാര്യം മനസ്സിൽ വരണം. 1 മരിച്ചവരുടെ പുനരുദ്ധാനം, 2
പുനരുത്ഥാനം പ്രാപിച്ചവരുടെയും രൂപാന്തരപ്പെട്ടവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ കാഹളം എന്തിനു വേണ്ടിയാ? സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ഭാവനെ കാണാം. ഈ 3 ശബ്ദങ്ങളും കൂടെ മുഴങ്ങുന്നത് നമ്മളെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നതും അവരും നമ്മളും കൂടെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഒടുവിൽ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ കാഹളം മുഴങ്ങുകയും അവരുടെയും നമ്മുടെയും പാദങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയും നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് അഥവാ ആകാശമധ്യത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്ന ആ മനോഹരമായ കാഴ്ച നമ്മുടെ ആത്മകണ്ണുകളാലൊന്ന് കാണാൻ സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വേഗം വരുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. ദൈവജനം ഇവിടെ നിന്ന് എടുക്കപ്പെടുകയാണ്, ദൈവജനം മാറ്റപ്പെടുകയാണ്. ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് കൊടുത്ത വാഗ്ദത്വവും ഞാൻ ഈ പറഞ്ഞ കാര്യവും തമ്മിൽ എന്താ ബന്ധം? എന്ന് വല്ലതും ഉണ്ടോ? ഉണ്ട് അല്ലേ? എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ വന്ന് നിങ്ങളെ അങ്ങ് കൊണ്ടുപോകും. നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 10-ാം വാക്യം, ഭൂതലത്തിലെങ്ങുമുള്ള പരീക്ഷ സംഭവിക്കും, അതിൽ നിന്ന് ഞാൻ നിങ്ങളെ കർത്താവിന്റെ പുനരാഗമനവും ദൈവസഭയുടെ എടുക്കപ്പെടലും സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ചിന്തകളാണ്, 3 പ്രധാനപ്പെട്ട വാദഗതികളാണ്, അല്ലെങ്കിൽ അതിനൊക്കെ നല്ല വാക്യതാണ് വീക്ഷണം. 3 വീക്ഷണങ്ങളാണ് കർത്താവിന്റെ വരവിനെ. വെളിപാട് പുസ്തകത്തിലെ ടഫായിട്ടുള്ള ഭാഗങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുക, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഞാൻ ലളിതമായിട്ട് പറയുന്നത് കൊണ്ട് പലരും ഇതിൽ ലളിതമായിട്ട് കാണാം. ഞാൻ ലളിതമാക്കി പറയുന്നത് എന്തിനാണെന്നറിയാം? എല്ലാവർക്കും മനസ്സിലാക്കാം. അതിൽ 3 വീക്ഷണങ്ങളിൽ ഒന്നാമത്തത് പ്രീ ട്രിബുലേഷൻ വീക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ ട്രിബുലേഷൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന് എന്താ അർത്ഥം? എന്തിനാ ഉദ്ദേശിക്കുന്നത്? ട്രിബുലേഷൻ എന്നുള്ളത് ഒരു പീരീഡാണ് അല്ലേ? നമ്മൾ വായിക്കാൻ പോകണം. ഞാൻ ആ വാക്യങ്ങൾ പറയാം. അതൊരു കാലഘട്ടമാണ്, 7 വർഷമുള്ള ഒരു കാലഘട്ടമാണ്. ഏതാ? മഹാപീഡന കാലം. ഈ പ്രീ ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ, മറന്നുപോകരുത്, ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഇത് ശരിക്കും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ബ്രദറൻകാരായ നമ്മൾ പ്രത്യേകിച്ചും പഠിക്കണം. 1, പ്രീ ട്രിബുലേഷൻ തിയറിയ എന്ന് പറഞ്ഞാൽ മഹോപദ്രവത്തിന് മുമ്പേ സഭ എടുക്കപ്പെടും. പ്രീ ട്രിബുലേഷൻ, അതാണ് ഒന്നാമത്തെ വീക്ഷണം. രണ്ടാമത്തെ വീക്ഷണം മിഡ് ട്രിബുലേഷൻ തിയറി എന്ന് പറഞ്ഞാൽ മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ 3.5 വർഷം ആകും. 7 വർഷത്തിന്റെ കൃത്യം 2 ഉപയോഗിച്ചാൽ എത്ര? 3.5 വർഷം. 3.5 വർഷം കഴിയുമ്പോൾ കർത്താവ് വരും, സഭ എടുക്കപ്പെടും. അതാണ് മിഡ് ട്രിബുലേഷൻ
തിയറി എന്ന്. എന്നാൽ ഇതിനേക്കാൾ വലിയ ഒരു പ്രശ്നമുള്ള ഒരു തിയറിയുണ്ട്. അതിൻ്റെ പേര് പോസ്റ്റ് ട്രിബുലേഷൻ തിയറി എന്നാണ്. പോസ്റ്റ് ട്രിബുലേഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞാലാണ് കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കും. മലയാളത്തിൽ ഇത് പറയാൻ പോയാൽ ഞാൻ എൻ്റെ മലയാളം വാക്കൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് എഴുതാൻ നോക്കിയിട്ടുണ്ട്. ഈ പ്രീ ട്രിബുലേഷൻ തിയറിക്ക് കൊടുത്തിരിക്കുന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് പീഡനാൽ പൂർവ ഉൾപ്രാവണം എന്ന് മനസ്സിലായി. അതിനേക്കാൾ നല്ലതുണ്ടാവും, അതിനേക്കാൾ എളുപ്പമല്ല പ്രീ ട്രിബുലേഷൻ എന്ന് പറയുന്നത്. ലളിതമായ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താ ട്രിബുലേഷന് മുമ്പ് എടുക്കപ്പെടുക. ഏറ്റവും ഒടുവിലത്തെ തിയറി ഏതാണെന്നറിയാം? ചെറുപ്പക്കാരായ സൗകര്യമാരും എല്ലാം പഠിച്ചിരിക്കുന്നത് പോസ്റ്റ് ട്രിബുലേഷൻ, മഹോപദ്രവത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ 7 വർഷത്തെ പീഡനം കൂടെ കഴിഞ്ഞിട്ട് സഭ എടുക്കപ്പെടും. നമ്മുടെ ഇടയിലും ഇങ്ങനൊക്കെ പഠിപ്പിച്ചിരുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഭക്തന്മാരായിട്ടുള്ള ആളുകളാണ്. നമ്മളവരെ ഒന്നും വിധിക്കാനൊന്നും നമ്മുടെ ആളുകളല്ല, നമ്മളാളല്ല. പിന്നെ ഇപ്പം നമ്മള് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉപദേശം നമ്മുടെ ഇടയിൽ പ്രചരിച്ചത് എങ്ങനെയാ? പീഡനകാലം കഴിഞ്ഞ് സഭ എടുക്കപ്പെടും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. എന്നാൽ നമ്മുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഒരു പ്രയോഗം എന്താണെന്നറിയാം? സഭ മഹോദരത്തിലൂടെ കടന്നുപോകും. അത്രയേ ഉള്ളൂ, ലളിതമായിട്ട് പറഞ്ഞ. പീഡനകാലം കഴിഞ്ഞ് കർത്താവ് വന്ന് സഭയെ ചേർക്കും. ഈ 3 വാദഗതികളാണ് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഇതിൽ ഏതാ ശരി? നിങ്ങൾ ഇപ്പൊ തന്നെ പറയും, ഇതിൽ ശരി ഏതാ? പീഡനത്തിന് മുമ്പേ കർത്താവ് വന്ന് സഭയെടുക്കുക, അതാണ് ശരി. അപ്പോ പണ്ട് ഞാൻ നിന്ന സഭയിലെ ഒരു ദൈവദാസനോട്, ആ സഭയുടെ പ്രസിഡന്റായിരുന്ന സഹോദരനോട് ചോദിച്ചു, അച്ഛൻ ഏതാ വിശ്വസിക്കുന്നതെന്ന്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഏതാ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. എടാ, ഞാൻ വിശ്വസിക്കുന്നത്, ഇന്ന് ഞങ്ങൾ കേടാപ്പാടാന്നൊക്കെ വിളിക്കുന്ന ഒരാളായിരുന്നു. എടാ, ഞാൻ വിശ്വസിക്കുന്നത് പീഡനത്തിന് മുമ്പേ കർത്താവ് വന്ന് സഭയെ ചേർക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ അങ്ങനെ വിശ്വസിക്കാൻ? എടാ, KG കുര്യച്ചൻ അങ്ങനെ പറയുന്നു. കുര്യച്ചൻ ചെറിയ ആളാണ്. എസക്കിയേൽ സാർ അങ്ങനെ പറയുന്നു. KG കുര്യച്ചനും എസക്കിയേൽ സാറും ബ്രദറുകാരും അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ അത് വിശ്വസിക്കുകയല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് ഏതൊരു ഉപദേശവും നമ്മൾ സ്വീകരിക്കേണ്ടത്, ചിലരിതിന് പുറകിലോട്ടെന്ന് പോകും. സൈമൺ സാർ പറഞ്ഞിട്ടുണ്ട്. ഞാനിവരെ എല്ലാം ബഹുമാനിക്കാം. എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഞാനിവരെ എല്ലാം വളരെയേറെ അവരുടെ കാൽപാദത്തിങ്കലെ പൊടിയാകാൻ പോലും യോഗ്യതയുള്ള ഒരാളല്ല ഞാൻ എന്നോളം വിശ്വാസമുള്ള ആളാണ്. ഞാൻ അത്രയ്ക്ക് ആ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നതാണ്. എന്നാൽ ഏത് വലിയ പണ്ഡിതനോടുമുള്ള ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അവര് പറയുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുകയല്ല. പിന്നെ തിരുവെഴുത്ത് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ശോധന ചെയ്ത് അതിനനുസരിച്ചുള്ള വിശ്വാസം നമ്മൾ സ്വീകരിക്കുവാൻ ആവശ്യം. നമ്മൾക്കിപ്പോൾ നമ്മുടെ പഠന ഭാഗത്തേക്ക് വരാം. അവിടെ പറയുന്നത് എന്താ? ഭൂതലത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന 10-ാം വാക്യം അല്ലേ? ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഇവിടെ കർത്താവ് പറയുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്നല്ല. ആണോ? അത് ഏത് കാലത്തെ ദൈവമക്കളെയും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? പരീക്ഷാകാലത്ത്
അവരെ കാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ല, ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു അല്പം വിശദമായിട്ട് പഠിക്കേണ്ടത് നമ്മൾ. സഭ ഈ പീഡനത്തിൽ കൂടെ പോകുമോ അതോ അതിനു മുമ്പ് എടുക്കപ്പെടുമോ? അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഞാൻ വേഗം വരും, ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് കർത്താവ് പറയുന്നത് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ പറയുന്നത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയെ കുറിച്ചല്ല. ആണോ? ഫിലദൽഫിയ സഭയോടെ പറയുന്നത് നിങ്ങൾ ഒന്ന് നോക്കിക്കേ, എന്താ വരുവാനിരിക്കുന്ന പരീക്ഷ ആണോ? അല്ലേ? ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണോ? ആണോ? അപ്പോൾ വളരെ വ്യക്തമാണ്, ഇത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയല്ല, പിന്നെ ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. ഇനി ഇവിടെ നിശ്ചിതമായ ഒരു കാലം പറയുന്നുണ്ട്. എല്ലാവരും വേറൊരു ശ്രോതി സൂക്ഷിച്ചു നോക്കിയിരിക്കണേ, പഠിക്കണേ. നിശ്ചിതമായ ഒരു കാലം, ഒരു സമയം, ഒരു പരിമിതിയുള്ള കാലം പറയുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഭൂമിയിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷ കാലം, അതൊരു പ്രത്യേക കാലമാണ്, അതൊരു പ്രത്യേക സമയമാണ്. നിശ്ചിതമായ ഒരു കാലഘട്ടത്തിൽ നടക്കാനുള്ള പരീക്ഷയാണിത്. ഏത് കാലഘട്ടത്തിലും നടക്കുന്നതല്ല, പിന്നെ നിശ്ചിതമായ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. അതിൽ ഞാൻ നിന്നെ കാക്കും. മൂന്നാമത്, ഇത് ഭൂതലത്തെ മുഴുവൻ ബാധിക്കുന്ന പരീക്ഷാ കാലഘട്ടം. അല്ലേ? 10-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂതലത്തിൽ ഫിലദൽഫിയ സഭയ്ക്ക് മാത്രം വരുന്നതല്ല, പിന്നെ ഭൂതലത്തിലെങ്ങുമുള്ള സഭയ്ക്ക്, സഭയെ ബാധിക്കുന്ന പരീക്ഷാകാലം. നാലാമത്, ഭൂമിയിൽ വരുന്ന എല്ലാവരെയും, ഇത് വിശ്വാസികൾക്ക് മാത്രമുള്ള പരീക്ഷയാണോ? നോക്കിയിട്ട് പറ, ആ വചനം നോക്കിയിട്ട് പറ. വിശ്വാസിയുടെ മാത്രം പരീക്ഷയാണോ? അല്ല, പിന്നെ ആരുടെയാ? ഭൂതലത്തിൽ വസിക്കുന്ന സകല മനുഷ്യരും നേരിടാൻ പോകുന്ന പരീക്ഷയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴുള്ള പരീക്ഷ, നമ്മൾ നേരിടുന്ന പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ അത് ആരുടെ പരീക്ഷ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്? രക്ഷിക്കപ്പെട്ട, അതുകൊണ്ട് ദൈവമക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പരീക്ഷ ഏതാ? സഭയ്ക്ക് മാത്രമുള്ള പരീക്ഷ അല്ല, ഭൂതലത്തെ മുഴുവനും ബാധിക്കുന്ന പരീക്ഷയാണ്. ഇതൊരു നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ള പരീക്ഷാകാലമാണ്. നമുക്ക് ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഒരു ഡസനിലേറെ വചനം. ഈ ഭൂതലത്തിൽ എങ്ങും വസിക്കുന്നവർ, ഭൂവാസികൾ, പിന്നെ ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും എന്നുള്ള പ്രയോഗം ഈ വെളിപാട് പുസ്തകത്തിൽ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ആവർത്തിച്ച് വരുന്ന ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അന്ന് ജീവിക്കുന്ന സകല മനുഷ്യരെയും ബാധിക്കുന്ന ഒരു ന്യായവിധിയെ കുറിച്ച് 6-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്. 6 മുതൽ 19-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വരെ തുടരുന്നതാണ് ഈ പരീക്ഷാ കാലം. ഇനിയും ഈ പരീക്ഷാകാലത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന, ഈ കാലത്തെ സൂചിപ്പിക്കുന്ന 3 വേദഭാഗങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കും.
3 വേദഭാഗം. ഇതൊക്കെ വിശദമായിട്ട് വീട്ടിൽ ചെന്ന് നോട്ട് എഴുതി സൂക്ഷിച്ചോളൂ, അത് പ്രയോജനം ചെയ്യും. അതിലൊന്നാമത്തെ വേദഭാഗം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ തുടർന്ന് പലപ്പോഴായി ആവർത്തിച്ചു വായിക്കേണ്ടി വരുന്ന ഒരു വേദഭാഗമാണിത്. 9-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ബാബിലോണിലായിരിക്കുന്ന ദാനിയേലിനോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതും യഹൂദനോട് മാത്രം ബന്ധപ്പെട്ട സംഭവിക്കാൻ പോകുന്ന പ്രാവചനികമായ സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നതാണ് ഈ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. വായിച്ചു വേണം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വായിക്കാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടുകൂടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. പിന്നെ ശൂന്യങ്ങളും നിയമിക്കപ്പെട്ടിരിക്കും. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇപ്പോൾ ഞാനിത് ലളിതമായിട്ട് അല്പം ചുരുക്കി കൂട്ടി പറയാം സമയലാഭത്തിന്. ഇവിടെ ദാനിയേലിനോട് പറയുന്നത് എന്താ? അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 24-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ വാക്യം എന്താ? ഒടുവിലത്തെ വാചകം നിന്റെ ജനത്തിനും. കണ്ടോ? ബൈബിളിൽ നോക്കിയോ? ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ നോക്കുമായിരുന്നോ ബൈബിൾ നോക്കുമായിരുന്നു? എന്താ? നിന്റെ ജനത്തിനും വിശുദ്ധ. ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ? വേദപുസ്തകം വായിക്കുന്നതിനെ സസൂക്ഷ്മം വായിക്കണം, അക്ഷരം വിടാതെ നോക്കണം. ഇതാർക്കുള്ളതാ? ദാനിയേലിന്റെ ജനത്തിനും പിന്നെ ദാനിയേലിന്റെ നഗരത്തിനും ഉള്ളതാണ്. അപ്പൊ ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ആർക്കുള്ളതല്ല, സഭയ്ക്കുള്ളതല്ല. ഇതൊക്കെ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ 70 ആഴ്ചവട്ടം പ്രസംഗിക്കുന്നവർക്ക് പോലും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് സംശയം. ഇത് സഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഈ 70 ആഴ്ചവട്ടവും ആർക്കുള്ളതാ? ദാനിയേലിന്റെ ജനത്തിനും പിന്നെ വിശുദ്ധ നഗരം. അതേതാ? യെരൂശലേം. അപ്പൊ ഇതാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ 62:7:1 ഇങ്ങനെ തിരിക്കണം. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ ഇങ്ങനെ ഉണ്ട്. 62 പിന്നെ 7:1.
ഈ 62:7 അപ്പൊ എത്രയായി? 69. 69 ആഴ്ചവട്ടം യഹൂദനോട് ബന്ധപ്പെട്ട് നിവൃത്തിയായി കഴിഞ്ഞു. 69 ആഴ്ചവട്ടം യഹൂദനോട് ബന്ധപ്പെട്ട് നിവൃത്തിയായി കഴിഞ്ഞു. ഇനി നിവൃത്തിയാകാനുള്ളത് എത്ര ആഴ്ചവട്ട? ഒരേ ഒരാഴ്ചവട്ടം. ഒരാഴ്ചവട്ടം എത്ര വർഷമാണ്? 7 വർഷം. ഇതാണ്, അല്ലാതെ ബ്രദറുകാരും മാനത്തുനിന്ന് കണ്ടു പിടിച്ചു വന്നു കൊണ്ടുവന്നതല്ല. പിന്നെ ഈ പുസ്തകത്തിലുള്ളതാണ്. നിവൃത്തിയാകാനുള്ള 7 വർഷം. 70ാമത്തെ ആഴ്ചവട്ടം. അപ്പൊ ഇനി 69 അങ്ങോട്ട് മാറ്റിവെച്ചോളൂ. അത് നിവൃത്തിയായി. 70ാമത്തെ ആഴ്ചവട്ടം നിവൃത്തിയാകാൻ. ഈ ആഴ്ചവട്ടം ഏതാണ്? ഈ നിവൃത്തിയാകാനുള്ള 70 ആഴ്ചവട്ടത്തിൽ ഒരാഴ്ചവട്ടത്തിലെ 70ാമത്തെ ആഴ്ചവട്ടം അതേതാണ്? ഇരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അത്രയ്ക്ക് ആ നാട് പോലെ എന്ത് ചെയ്യ? വേറെ ഇല്ലാത്തതുപോലെ അത്രയ്ക്ക് വലുതായ ഒരു ദിവസം അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഒരു ദിവസമാണ്, ഒരു നാൾ. പിന്നെ ഇത് യാക്കോവിന്റെ ആ ദിവസം ഒരു ദിവസമാണോ, ഒരു കാലമാണോ? ഞാൻ എത്ര ലളിതമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയിപ്പിക്കുന്നു. അതൊരു ദിവസമാണോ, ഒരു കാലമാണോ? 24 മണിക്കൂറുള്ള ഒരു ദിവസമാണോ, ഒരു കാലമാണോ? അപ്പോൾ ആ കാലം ഏതാ? ഒരു ദിവസമാണ്. അതിനെത്ര വർഷമുണ്ട്? 7 വർഷമുള്ള ഒരു ദിവസമാണ്. അതിന്റെ പേരെന്താണ്? ആ ദിവസത്തിന്റെ പേരെന്താണ്? യാക്കോബിന്റെ കഷ്ടകാലം. കണ്ടോ? 70ാമത്തെ ആഴ്ചവട്ടത്തിന് ഇതുകൊണ്ടുണ്ടോ? 70ാമത്തെ ആഴ്ചവട്ടത്തിന് തിരുവഴുത്തിൽ നൽകിയിരിക്കുന്ന വേറൊരു പേരെന്താ? യാക്കോബിന്റെ കഷ്ടകാലമാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നതാണ്, പിന്നെ ഒരു കാലം കൊണ്ട് തീരുന്നതാണ്. ആ കാലത്തിന് 7 വർഷമുണ്ട്. അതാണ് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞ 70ാമത്തെ ആഴ്ചവട്ടം. ഇനി നമുക്ക് ഇതിനോട് ബന്ധപ്പെടുത്തി ഒരു വേദഭാഗങ്ങൾ 2 ഞാനിപ്പോ പറഞ്ഞു. ഇത് പറയുന്ന ആരാന്നറിയാം? പക്ഷെ രണ്ടും ദൈവം പറയുന്ന. ദാനിയേലും ഇരമ്യാവുമായി എഴുതിയത്, പക്ഷെ പറഞ്ഞതാരാ? ആരുടെ അരുളപ്പാട്? ദൈവം തമ്പുരാൻ പറഞ്ഞ. ഇനി നോക്കുക, വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു നോക്കി. എന്താ? മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. മത്തായി സുവിശേഷം 24-ാം അധ്യായം. കണ്ടോ? അപ്പൊ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ, അഥവാ ദാനിയേൽ പറഞ്ഞ 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയതാണ്. യേശു ക്രിസ്തു പറയുക. സമയം ഇനിയും കുറച്ചേ ഉള്ളൂ അല്ലേ? പ്രാർത്ഥിക്കാനൊക്കെ നേരമായി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോയ സമയം നമുക്ക് പരിഗണിച്ച് സമയത്തിന്റെ പരിമിതിയിൽ ഇതൊന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ 70ാമത്തെ ആഴ്ചവട്ടത്തിന് ഇരമ്യാവിലൂടെ ദൈവം നൽകിയത് അതിന്റെ പേരെന്താ? യാക്കോബിന്റെ കഷ്ടം. ഇവിടെ 24-ാം അധ്യായം. എന്താ 24-ാം അധ്യായത്തിന്റെ പ്രത്യേകത? സഹോദരി സഹോദരന്മാരെ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ BGF-ന്റെ ധ്യാനയോഗത്തിനൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്.
ഈ 24-ാം അധ്യായം കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളാണ് പറഞ്ഞിരിക്കും. പക്ഷേ ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള വരവിന്റെ കാര്യം അല്ല. 24-ാമത്തെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവ് പറഞ്ഞിരിക്കുന്ന എവിടെ? നമ്മൾ ആദ്യം വായിച്ചു യോഹന്നാൻ, കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് സഭയ്ക്ക് വേണ്ടിയുള്ള വരവ് കർത്താവ്, ഞാൻ പറഞ്ഞത് കർത്താവ് പറഞ്ഞു അല്ലേ. എന്നാൽ 24-ാം അധ്യായത്തിലെ ദൈവദാസന്മാര് പ്രത്യേകിച്ചും വചനം പഠിപ്പിക്കുന്ന യുവാക്കന്മാരായിട്ട് നമ്മുടെ ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, 24-ാം അധ്യായം വായിച്ചേച്ച് കർത്താവിന്റെ വരവിന്റെ അടയാളം ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് വരാറായി, നമ്മളെ ചേർക്കാനായി ഇത് പറയാം. പക്ഷേ ഇത് കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടിയുള്ള അടയാളമല്ല. കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവിന് ഒരടയാളവും പറഞ്ഞിട്ടില്ല. ഒരടയാളത്തിന്റെ ആവശ്യമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അടയാളം മുഴുവനും കർത്താവ് ഭൂമിയിലോട്ട് വരുന്ന വരവിനെ കുറിച്ചാണ്, ഒലിവുമലയിലേക്ക് വരുന്ന വരവിനെ കുറിച്ചാണ്, മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ്. ഇവിടെ കർത്താവ് പറയുകയാണ് അന്നാളിൽ എന്ന്. കർത്താവ് വന്ന് സഭയെ ചേർത്ത് കഴിഞ്ഞിട്ട് 21-ാം വാക്യം, അന്ന് എന്ത് സംഭവിക്കും? ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാവും. ഇതാണ് ദാനിയേൽ പറഞ്ഞ 70-ാമത്തെ ആഴ്ചവട്ടം, ഇരമ്യാവിൽ പറഞ്ഞ യാക്കോബിന്റെ കഷ്ടകാലം. ഇതാണ് കർത്താവ് വിശദീകരിച്ചു തരുന്നത്. ഇന്ന് വരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാ കഷ്ടം എന്തെയും ഈ ലോകത്തിന്മേൽ വരും. വെളിപാട് 3:10. അത് ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഞാൻ നിന്നെ സ്തോത്രം. ഈ മഹാകഷ്ടം എവിടാ തുടങ്ങുന്നതെന്ന് അറിയാം? കൃത്യം ബ്രദറുകാരും ഇത് പഠിപ്പിക്കുന്നതുകൊണ്ടല്ല കേട്ടോ, കൃത്യം അത് പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിൽ തുടങ്ങുക. ആലില പോലെ ഈ ഭൂമി മറയ്ക്കാൻ പോവുകയാണ്. ആകാശത്തിലെ ഗോളങ്ങളൊക്കെ അവിടുന്ന് ഇറങ്ങി ഭൂമിയിൽ പതിക്കാൻ പോകുകയാണ്. സമുദ്രത്തിൽ വലിയ ന്യായവിധി വരുമെന്ന് മാത്രമല്ല, ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? സമുദ്രമില്ലാത്ത ഒരു സ്ഥിതി വരും. ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു ശാസ്ത്രജ്ഞനും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഘോരമായ മഴ ഈ ഭൂമിയിൽ വർഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയാണ്, ആ കാലഘട്ടത്തിൽ ഞാൻ നിന്നെ കാക്കും. ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ദൈവമക്കളെ, ഇത് വിശദമായിട്ട് പഠിക്കണ്ടേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ ഇത്ര കാര്യങ്ങൾ 2-3 വാചകത്തിൽ പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ എന്നാ പിടി കിട്ടിയേനെ? ഒന്നും മനസ്സിലായില്ല. ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. ഇനി ഉണ്ട് കേട്ടോ. ഇതിനോട് തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ലബോദിക്ക സഭയിലേക്ക് കയറാം. ഒരു കാര്യം പറഞ്ഞതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഗ്രഹിക്കാതെ മറ്റൊരു വിഷയം പഠിച്ചത് കൊണ്ടൊരു പ്രയോജനമില്ല. ഇതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പരിഗണിച്ചിട്ട് നമുക്ക് ലബോദിക്ക സഭയിലേക്ക് പോകാം. എന്തായാലും നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവനാണ്.
ഈ ലോകത്തിന് താങ്ങാൻ കഴിയാത്ത ന്യായവിധി വരുമ്പോൾ കർത്താവ് നമ്മളെ തൻ്റെ അടുക്കൽ സ്തോത്രം ശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൽ പറയും, ക്രോധം കടന്നുപോകുവോളം നീ അല്പനേരം എന്ത് ചെയ്യാൻ അറയിൽ കിടന്ന് ക്രോധം കടന്നു. ലോകത്തെ നീ സോവാറിൽ ചെല്ലുന്നിടം വരെ 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന എന്താ അറിയാം, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ ഭൂമിയിലുള്ളപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്തോത്രം. നോഹയെ കുടുംബത്തെയും പെട്ടകത്തിൽ കയറ്റി സംരക്ഷിച്ചതിന് ശേഷം സ്വർഗത്തിലെ ദൈവം ന്യായവിധിയുടെ വെള്ളം അയക്കുന്നു. കർത്താവിനെ നമ്മൾക്ക് കൂടുതൽ സ്നേഹിക്കാം. കർത്താവിൻ്റെ വാഗ്ദത്വത്തിൽ അമിതമായി വിശ്വസിക്കാം. കർത്താവ് നമ്മെ വിടാം.